ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ഇന്ന് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാം കഴിഞ്ഞ് വരികയായിരിക്കും. ചില ആളുകൾ വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല, ചില ആളുകൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും, ചില ആളുകൾ വഴിമധ്യമായിരിക്കും അല്ലേ? അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിലെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ 10 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്ന് എന്ത് ചെയ്യണത്, നിങ്ങളുടെ മുൻപിൽ ചർച്ച ചെയ്യുന്നത്, അതിൻ്റെ ആൻസറും പറയുന്നത്. നമുക്ക് ഒരു ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു 10 ചോദ്യം വളരെ ഈസി ആയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. മിനിമം എൻ്റെ മക്കൾക്ക് ഒരു 7 മാർക്കെങ്കിലും മിനിമം വാങ്ങാം, അതിനേക്കാളും വാങ്ങാൻ പറ്റും. 10 ഔട്ട് ഓഫ് 10 വരെ ഇതിൽ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും, ഈസി ആയിട്ട് കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസറിലേക്കൊന്നും പോയി നോക്കാം. സ്വാഭാവികമായിട്ടും പതിവ് പോലെ വരുന്ന ടോപ്പിക്സിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഒന്നാമത്തെ 29 മുതൽ സി കോഡായിരുന്നു, 29 മുതൽ അതേപോലെ തന്നെ 38 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. 29 മുതൽ 38 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കതൊന്ന് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. നിങ്ങൾ ഇതന്നെയാണോ ആൻസർ ചെയ്തതെന്നൊക്കെ ഒന്ന് പരിശോധിക്കുക. ഇനി തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് തെറ്റിയെന്നും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ 29ാമത്തെ ചോദ്യം ഈഫ് ക്ലോസ് ആണ്. നമുക്കറിയാം ഈഫ് ക്ലോസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇനി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് പറയേണ്ടത് ഇവിടെ ശരിക്കും എത്തിച്ചോളി. ഈ ഈഫ് ക്ലോസിലെ വെർബ് V1 ആണെങ്കിൽ വിൽ പ്ലസ് V1 ആണ്. 3 കണ്ടീഷനാണ്. കണ്ടീഷൻ 1. ഇനി ഈഫ് ക്ലോസിലെ വെർബ് V2 ആണെങ്കിൽ വുഡ് പ്ലസ് V1 കൊണ്ട് ഫില്ല് ചെയ്യണം. ഇതാണ് കണ്ടീഷൻ 2. ഇതിനെ പ്രോബബിൾ എന്ന് വിളിക്കും, രണ്ടാമത്തിന് ഇംപ്രോബബിൾ എന്ന് വിളിക്കും. ഇനി ഈഫ് ക്ലോസിലേത് ഹാഡ് പ്ലസ് V3 അഥവാ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3 ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്. ഇതിനെ തേർഡ് കണ്ടീഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഈഫ് ക്ലോസിലെ ഏത് കണ്ടീഷനാണ് ആ ചോദ്യം എന്ന് നമുക്കൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ശരിക്കൊന്ന് നോക്കട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക. ഹാഡ് ഗോൺ എന്നാണ്, കണ്ടോ? ഹാഡ് ഗോൺ എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് ഗോൺ എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? ഹാഡ് പ്ലസ് V3. അപ്പോൾ ഞാൻ താങ്കളോട് പറഞ്ഞേ, ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ നമ്മൾ വുഡ് ഹാവ് പ്ലസ് V3 കൊണ്ട് ഫില്ല് ചെയ്യണം എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇവിടെ വുഡ് ഹാവ് പ്ലസ് V3 വുഡ് മീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളയാം. വിൽ മീറ്റ് കൊന്നു കളയാം. വിൽ ഹാവ് മെറ്റ് അങ്ങനത്തെ ഒരു പ്രയോഗം ഈഫ് ക്ലോസിലില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വുഡ് ഹാവ് മെറ്റ് എന്നുള്ളതാണ്. ഇതാണ് ഈഫ് ക്ലോസുമായി ബന്ധപ്പെട്ട് 29ാമത്തെ ചോദ്യം. ഇനി 30ാമത്തെ ചോദ്യം നോക്കും. 30ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ചുവടെ തന്നിൽ ശരിയായ സ്പെൽഡ് വേർഡ്. റിസീവ് ആണ് ഇവിടെ ചോദിച്ചത്. പലപ്പോഴും നമ്മളൊക്കെ ചെറുപ്പത്തിലേ എഴുതി പഠിക്കുന്ന ഒരു ഭാഗമാണ് റിസീവ്. റിസീവ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ് എഴുതുക, റിസീവ് അല്ലേ? ഇതാണ് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുക. ചില ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ എഴുതും. ഇത് മഹാബദ്ധാണ്. അതായത് CE കഴിഞ്ഞിട്ടാണ് IVE എന്നുള്ളത് മനസ്സിലാക്കുക. CE കഴിഞ്ഞിട്ടാണ് IVE. ഒരിക്കലും ഈ ഒരു മെത്തേഡ് നമ്മൾ എടുക്കരുത്, മനസ്സിലായോ? ഈ ഒരു മെത്തേഡ് CIEVE എന്നുള്ളൊരു മെത്തേഡ് എടുക്കരുത്. ഓപ്ഷൻ ബി തെറ്റാണ്, ഓപ്ഷൻ A ആണ്. കണ്ടോ, RECEIVE. കണ്ടോ, CE കഴിഞ്ഞിട്ടാണ് IVE വരുന്നത്. കേട്ടോ, ഇതാണ് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റിസീവ് എന്നുള്ളത് ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മൾ പലപ്പോഴും സ്പീഡിലൊക്കെ എഴുതുമ്പോൾ നമുക്ക് പലപ്പോഴും തെറ്റുപറ്റാറുണ്ട്. RECIEVE എന്നുള്ളൊരു സ്പെല്ലിംഗ് സാധാരണ പല ആളുകളിലും കാണാറുണ്ട്. ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളിലും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളിലൊക്കെ ആ ഒരു വലിയ ഒരു ഒരു ബിഗ് മിസ്റ്റേക്ക് നമുക്കവിടെ ഒരു കാണാറുണ്ട് എഴുത്തുകളിൽ. ഇനി അങ്ങനെ ഉണ്ടാകരുത്. CE കഴിഞ്ഞിട്ടാണ് IVE എന്ന് പറയുന്നത്. ഇതാണ് 30ാമത്തെ ചോദ്യം. ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. ഇനി അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ 31ാമത്തെ ചോദ്യം നമ്മൾ പരിചയപ്പെടാം. 31ാമത്തെ ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദ വെർബ്. മനസ്സിലായ? അത് നമ്മൾ ഒന്ന് ഫില്ല് ചെയ്യാം. ദ ഗവൺമെൻറ് ഡിസൈഡ് ടു അബോളിഷ് ഡാഷ് ഡാഷ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം റേഷനിങ് ആണ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, ഡിസൈഡ് ടു അബോളിഷ് എന്നാൽ പൊളിക്കുക, മനസ്സിലായ? പൊളിക്കുക, ഇല്ലായ്മ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഓപ്ഷൻ നോക്കുമ്പോൾ ഏറ്റവും സൂട്ടായത് ജെറണ്ടാണ്. ജെറണ്ട് പറഞ്ഞാൽ ഒരു വെർബിനെ നേരിട്ട് നൗണാക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു വെർബ് എന്താകുക, ഒരു നൗണായി മാറുന്ന ഒരു ലോജിക്കാണ് ജെറണ്ട് എന്ന് പറയുക. അതിനെയാണ് നമ്മൾ വെർബൽ നൗൺ എന്ന് പറയുക, വെർബൽ നൗൺ. അപ്പോൾ ഇവിടെ ഏറ്റവും കറക്റ്റായത് ജെറണ്ടാണ്. അപ്പോൾ റേഷനിങ് എന്നുള്ളതാണ്. റേഷൻ എന്നുള്ളത് പറ്റൂല, റേഷൻസ് എന്ന് പറ്റൂല, റേഷനിസം എന്നും പറ്റൂല. അപ്പോൾ ആ ചോദ്യം മനസ്സിലാക്കിയതിന് ശേഷം ഗവൺമെൻറ് ഡിസൈഡ് ടു അബോളിഷ് റേഷനിങ് ഗവൺമെൻറ് പൊളിക്കാൻ
ഗവൺമെൻറ് തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ റേഷനിങ് എന്നുള്ള ആൻസറാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 3 ചോദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 32ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 32ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ടാഗ് ആണ്. സ്ഥിരമായിട്ട് വരുന്നൊരു ഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ്. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകണം. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആണ്. ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ഐ ആം ഗുഡ് ഡാഷ് എന്നാണ്. അപ്പോൾ ഐ ആം ഗുഡ് ഡാഷ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ആം ഐ ഉണ്ട്, ഓപ്ഷൻ ബി ആമിൻ്റെ ഐ ഉണ്ട്, ഓപ്ഷൻ ബി SE ആറിൻ്റെ ഐ എന്നുണ്ട്, ഓപ്ഷൻ ഡി ഈസിൻ്റെ ഐ എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, എപ്പോഴും ശ്രദ്ധിക്കുക, ആം ആണ് വന്നതെങ്കിൽ അതിനെ ടാഗിൽ മാത്രം ആറിൻ്റെ എന്നും, അതേപോലെ ആറിൻ്റെ ആണ് വന്നതെങ്കിൽ അത് 6 എന്നും ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ആം പോസിറ്റീവ് ആയാൽ ടാഗിൽ മാത്രം 6 എന്ന് വന്നാൽ 6. ഇനി പരീക്ഷയ്ക്ക് ആം നോട്ട് എന്നാണ് വന്നതെങ്കിൽ ആം. ഇതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. ഇത് ഒരുപാട് തവണ നമ്മൾ സൈലം PSCയുടെ ക്ലാസ്സുകളിലും യൂട്യൂബുകളിലൊക്കെ ഇഷ്ടം പോലെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആം വന്നാൽ ടാഗിൽ 6 എന്നാക്കണം, 6 എന്നാണെങ്കിൽ 6 എന്നാക്കണം, ആം നോട്ട് ആണെങ്കിൽ ആം ആക്കണം. അപ്പോൾ ഇവിടെ നോക്ക് ആം ആണ് വന്നിട്ടുള്ളത്, ഇവിടെ ആം എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആം എന്തായി മാറണം എന്നാണ്? 6 ആയി മാറണം. 6 ആവും. അവിടെ പ്രോനൗൺ രൂപ ഐ ആണ്. അപ്പോൾ 6 എന്നുള്ള ഉത്തരവാവും. ഇനി അടുത്ത നോക്ക്, ഇനി സിംഗുലർ പ്ലൂരൽ എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. എന്താണ് സിംഗുലർ പ്ലൂരൽ? 33 ലൗസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, പേന് തലയിലുണ്ടാകുന്ന പേനാണ് ലൗസ് എന്ന് പറയുക. ആ ലൗസിൻ്റെ പ്ലൂരൽ ലൗസസ് എന്നല്ല, ലൈസസ് എന്നല്ല, ലൗസണ് എന്നല്ല, ലൈസ്. അതേപോലെ തന്നെയാണ് നമുക്കറിയാം മൗസിൻ്റെ പ്ലൂരൽ മൈസാകുമ്പോൾ ലൗസിൻ്റെ പ്ലൂരൽ ലൈസാണ് എന്ന് മനസ്സിലാക്കുക. ഇതും നമ്മൾ ഈ MEMൻ്റെ ബാച്ചൊക്കെ എടുത്തവരുണ്ടെങ്കിൽ, MEM ബാച്ചുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വിശദമായി നമ്മൾ സിംഗുലർ ആൻഡ് പ്ലൂരൽ പറഞ്ഞിട്ടുണ്ട്. മൗസ് സിംഗുലറാണ്, അതിൻ്റെ പ്ലൂരലാണ് മൈസ്. ലൗസ് സിംഗുലറാണ്, അതിൻ്റെ പ്ലൂരലാണ് ലൈസ് എന്ന് പറയുന്നത്, പേന്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇനി 34ാമത്തെ ചോദ്യം നോക്കുക. ആൻറ്റോണിം ഓഫ് മിറ്റിഗേറ്റ് പറഞ്ഞാൽ കുറക്കുക എന്നാണ്. അതിൻ്റെ ആ ഗാഢത കുറക്കുക, മിറ്റിഗേറ്റ്. അതിൻ്റെ ആൻറ്റോണിമാണ്. ആൻറ്റോണിം പറഞ്ഞാൽ വിപരീത പദമാണ്. മിറ്റിഗേറ്റ് കുറക്കുക, വേദന കുറക്കുക, അതിനൊക്കെ മിറ്റിഗേറ്റ് എന്ന് പറയും. അപ്പോൾ എലിവേറ്റും കുറക്കുക എന്നാണ്. ലെസൺ അല്ല, സ്റ്റബേൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശാഠ്യതയോട് കൂടിയുള്ളതാണ്. അതൊന്നും അതിന് മാച്ചല്ല. അപ്പോൾ അഗ്രവേറ്റ് പറഞ്ഞാൽ കൂട്ടുക, കഠിനമുള്ളതാക്കുക എന്നുള്ളതൊക്കെയാണ്. മിറ്റിഗേറ്റിൻ്റെ ആൻറ്റോണിം എന്നുള്ളത് അഗ്രവേറ്റ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്ന് എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി 35 ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ്. കണ്ടോ? അപ്പോൾ നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഗുഡ്, ബാഡ്, എക്സലൻ്റ് ഇങ്ങനത്തെ വാക്കുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു സ്കില്ല് പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു സ്കില്ല് പറയുകയാണെങ്കിൽ നമ്മൾ അറ്റാണ് കൊടുക്കുക. അപ്പോൾ ഷീ ഈസ് ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. അതായത് ഒരു ഗുഡ് വെച്ചിട്ടോ ബാഡ് വെച്ചിട്ടോ എക്സലൻ്റ് വെച്ചിട്ടോ ഒരു സ്കില്ലിലേക്ക് പോകുമ്പോൾ നമ്മൾ അറ്റാണ് വെക്കുക, അറ്റ്. അപ്പോൾ ഇവിടെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അവൾ ആ മാത്തമാറ്റിക്സിൽ ഏത് മാത്സ് കൊടുത്താലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അവൾ. അപ്പോൾ അവൾ ആ കുട്ടിയുടെ ഒരു സ്കില്ലാണത്. അപ്പോൾ ഗുഡ് അറ്റ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇതാണ് 35ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് 36ാമത്തെ ചോദ്യമാണ്. 36ാമത്തെ ചോദ്യത്തിൽ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആർട്ടിക്കിൾ ഒരുപാട് തവണ എക്സാമ്പിൾ ക്ലാസ്സുകളിൽ തന്നതാണ്. ഐ സോ ഡാഷ് 1 eyed man. കണ്ടോ? അപ്പോൾ നമുക്കറിയാം വൊവലിന് ഒരു 9 സൗണ്ട് ഉണ്ട്. 9 സൗണ്ടാണ് വൊവൽസിനുള്ളത്. 9 ഒഴികെ 9 പെടാത്ത ബാക്കി എല്ലാ സൗണ്ട് കോൺസണൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഈ വൊവൽ സൗണ്ടിൽ പെടുന്നതാണെങ്കിൽ ആന് വെക്കണം, പെടാത്തതാണെങ്കിൽ എ വെക്കണം. സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ദാ വെക്കണം. ഒരു നൗണിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ദാ വെക്കണം, പറയുന്നില്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് അനുസരിച്ച് ആനാണ് വെക്കുക. ഇവിടെ ഓ എന്നുള്ളതൊരു വൊവലാണെങ്കിലും അതിൻ്റെ സൗണ്ട് വാ എന്നാണ്. വാ 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 ഓ വാ 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 വാ. അല്ലാതെ ഒണ്ണൈഡ് എന്ന് പറയില്ല. ഒണ്ണൈഡ് എന്ന് ഒരു മനുഷ്യൻ പറയില്ല. അങ്ങനെ അവനെ പറയുകയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അവനെ വേഗം എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അവനെ എത്തിക്കുക. ഒണ്ണൈഡ് എന്നൊന്നും പറയില്ല. അപ്പോൾ നമ്മൾ ONE ആണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് വാ എന്നാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് സൗണ്ട് മാത്രം ഉച്ചരിച്ചാൽ മതി. വാ വാ വാ.
അപ്പോൾ വ എന്നുള്ളത് കൺസണൻറ്റ് സൗണ്ടാണ്. ഓ ഒരു വവലാണെങ്കിലും ആ സൗണ്ട് അവിടെ വരുന്നില്ല. അപ്പം നമ്മുടെ ആൻസർ ഇവിടെ എ ആണ്. അപ്പോൾ അതും ഓപ്ഷൻ ബി ആണ്. ഒരുപാട് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എ. ഇനി നമുക്ക് പാസ്റ്റ് ഷൂട്ട് എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ ചോദിച്ചത്. ഷൂട്ട് എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷൂട്ട് എന്നുള്ളത് V1 ആണ്, ഷോട്ട് എന്നുള്ളത് V2 ആണ്, ഷോട്ട് എന്നുള്ളത് V3 ആണ്. ഇതൊരു ഇറഗുലർ വെർബാണ്. എന്താണ് റെഗുലറും ഇറഗുലർ വെർബും തമ്മിലുള്ള വ്യത്യാസം? റെഗുലർ വെർബിൻ്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ED ആയിരിക്കും. ഇത് റെഗുലറാണ്. ED അല്ലാത്തതാണ് ഇറഗുലർ എന്ന് പറയുന്നത്. അപ്പോൾ ഷൂട്ട് എന്നുള്ളത് V1, അതിൻ്റെ ഷോട്ട്, അതിൻ്റെ V3 ഷോട്ട്. ഈസി ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഉള്ള ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതാ ഞാൻ പറഞ്ഞ 10ൽ 10 വരെ വാങ്ങാം. 10ൽ 10 വരെ വാങ്ങാം. ഇപ്പോൾ ഈ സിവിൽ എക്സൈസ് ഓഫീസറൊക്കെ നല്ല ചുറുചുറുക്കുള്ള ഈ മറ്റേ എന്താ പറയുക ഈ ആളുകളാണ്. അതായത് അത്യാവശ്യം എനിക്കൊരു ഓഫീസർ ആകണം, ആ യൂണിഫോം പോസ്റ്റിനോട് അത്രയും പ്രണയിക്കുന്ന ഇപ്പോഴത്തെ ജെൻസി പിള്ളേരായിരിക്കും അല്ലേ. അപ്പോൾ അവരൊന്നും കൂടുതൽ ഈ ഒരു ഇതിലേക്കൊന്നും ചിലപ്പോൾ അങ്ങോട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 8ഉം 7ഒക്കെ ഒരു മിനിമം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. സ്ഥിരമായിട്ട് ക്ലാസ് കേൾക്കുന്ന അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നവർക്ക് 10ൽ 10 വാങ്ങാനും പറ്റും. അല്ലാതെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ പോയവർക്കൊക്കെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വാങ്ങാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് എന്നാണ്. നൈദർ ഓഫ് അസ് ഡാഷ് കോഫി. ഇത് കൺകോഡിൽ നിന്ന് ചോദ്യമാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നെയ്തർ, എയ്തർ, ഈച്ച് ഇതിനോട് ചേർന്ന് ഓഫ് വന്നാൽ പ്ലൂരൽ നൗണ് വരണം. പ്ലൂരൽ നൗണ്. നെയ്തർ ഓഫ്, എയ്തർ ഓഫ്, ഈച്ച്. അപ്പോൾ നെയ്തർ ഓഫ്, എയ്തർ ഓഫ്, ഈച്ച് ഓഫ് ഇതിനോട് ചേർന്ന് പ്ലൂരൽ നൗണും സിംഗുലർ വെർബുമാണ് വരേണ്ടത്. സിംഗുലർ വെർബ് മറക്കണ്ട. അപ്പോൾ ഇവിടെ വന്ന ചോദ്യം ഇതാണ്, നെയ്തർ ഓഫ് അസ്. അപ്പോൾ നെയ്തർ ഓഫിൻ്റെ കൂടെ അസ് ഒരു പ്ലൂരലാണ്. അസ് പ്ലൂരലാണ്. അപ്പം നമ്മളിവിടെ സിംഗുലർ വെർബാണ് വെക്കേണ്ടത്. സിംഗുലർ വെർബ്. ആ സിംഗുലർ വെർബ് ആരാണ് എന്ന് നിങ്ങൾ നോക്കുക. ലൈക്ക് ഒരിക്കലും സിംഗുലർ വെർബ് അല്ല. നമുക്ക് ഒരു നൗണിനെ പ്ലൂരലാക്കാൻ SOES കൊടുത്താൽ മതി. പക്ഷെ ഒരു വെർബിനെ SOES കൊടുത്താൽ ആ വെർബ് സിംഗുലറായി മാറുകയാണ്. ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പം നമുക്കറിയാം ഈ ബോയ് എന്നുള്ളത് ഒരു നൗണാണ്. നൗണിൽ ആരാണ് സിംഗുലർ അല്ലേ? ആ ബോയിയുടെ പ്ലൂരലാണ് ബോയ്സ്. ഇതും നൗണാണ്. നൗണിൽ ആരാണ് പ്ലൂരൽ അല്ലേ? അപ്പോൾ സിംഗുലർ നൗണായ നൗണിനെ പ്ലൂരലാക്കാൻ നമ്മൾ എസ് ഇട്ടെടുത്തു. അതേപോലെയല്ല വെർബ്. നമുക്കറിയാം പ്ലേ എന്നുള്ളത് ഒരു വെർബാണ്. പ്ലേ എന്നുള്ളത് ഒരു വെർബാണ്. വെർബിൽ പ്ലൂരലാണ്. എന്നാൽ പ്ലേക്ക് ഞാൻ പ്ലേസ് എന്ന് കൊടുത്താൽ, പ്ലേക്ക് ഞാൻ പ്ലേസ് എന്ന് കൊടുത്താൽ അത് വെർബായി ആ വെർബിൽ സിംഗുലർ ആവും. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു നൗണിന് എസ് ഇട്ട് കൊടുത്താൽ അത് പ്ലൂരലാവും, ഒരു വെർബിന് എസ് ഇട്ട് കൊടുത്താൽ അത് സിംഗുലറും ആവും. അതാണ്. അപ്പം നൗണും വെർബും തമ്മിൽ കൂട്ടിക്കുവയ്ക്കരുത്. ഒരു നൗണ് ഗേള്, ബോയ്, ടീച്ചർ ഇതൊക്കെ നൗണാണ്. അതിന് എസ് ഇട്ട് കൊടുത്താൽ ആ നൗണ് പ്ലൂരലായി മാറും. എന്നാൽ ഒരു വെർബിന് കം, പ്ലേ, ഗോ, സ്ലീപ്പ്, ഈറ്റ് ഈ വെർബിന് എസ് ഇട്ട് കൊടുത്താൽ ആ വെർബ് സിംഗുലറായി മാറും. ഇതാണ് ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ നെയ്തർ ഓഫ് അസ് ഡാഷ് കോഫി എന്നുള്ളതാണ്. അപ്പോൾ ലൈക്ക് അല്ല, അതേപോലെ തന്നെ ലൈക്കഡ് അല്ല, ലൈക്കൺ അല്ല. ഓപ്ഷൻ സി ആണ് ലൈക്സ് എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ലൈക്സ് എന്ന ഉത്തരത്തിലോട്ട്. ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ 29 മുതൽ 38 വരെയുള്ള 10 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി പോയിട്ടുണ്ടെങ്കിൽ 10ൽ 10 വാങ്ങാം. ഇനി ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു 8 വരെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. സൈലത്തിൽ പഠിച്ച എൻ്റെ മക്കൾക്കൊക്കെ 10ൽ 10 കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ക്ലാസ്സുകളൊക്കെ ഇനിയും നമുക്ക് വളരെ വളരെ നല്ല ഗംഭീരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തുടർന്നുള്ള സിവിൽ എക്സൈസ് ഓഫീസറും തുടർന്നുള്ള അതേപോലെ തന്നെ CPO ബാച്ചുകളൊക്കെ സൈലത്തിലുണ്ട്. ആ ബാച്ചുകളൊക്കെ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ആ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ സ്വപ്ന ജോലി, ആ ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി ശ്രമിക്കുക. ഈ പരീക്ഷ എഴുതിയ കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, യൂണിഫോം പോസ്റ്റിനെ സ്നേഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പരീക്ഷ
ഈ പരീക്ഷ കിട്ടട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു. ഹായ്, ഏവർക്കും സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ മലയാളം നമ്മൾ അനാലിസിസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് സന്തോഷം തന്നെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒരു 8-10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യമാണ്. എനിക്ക് ഭയങ്കര വിഷമം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു എക്സാം അനാലിസിസ് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്ന് ക്വസ്റ്റ്യനൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് ക്ലാസ്സിൽ വന്നിട്ട് എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരൊറ്റ മനുഷ്യർ കമൻറ്റ് ചെയ്യൂല. നമ്മൾ റിവിഷനൊക്കെ പഠിക്കുന്നതാണ്, നമ്മളെല്ലാം കണ്ടൻ്റൊക്കെ പഠിച്ചിട്ട് പോകണതാണ്. എന്നിട്ട് ഒരു മനുഷ്യരും അത് എന്ത് ചെയ്യത്തില്ല, കമൻറ്റ് ഇടൂല. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും, അതിപ്പോൾ 5 ആയാലും 6 ആയാലും 7 ആയാലും 8 ആയാലും 9 ആയാലും 10 കിട്ടിയ വലിയ സന്തോഷം. കിട്ടിയ മാർക്ക് കമൻറ്റായിട്ട് ഇടണേ. അപ്പോൾ ഇന്ന് നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ആ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ഊർധ്വശ്വാസം വലിക്കുക എന്ന ഒരു പ്രയോഗമുണ്ട്. ശരിയായ പദം നമ്മൾ അധോമുഖം ഊർധ്വമുഖം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മുഖം കുനിച്ചിരിക്കുന്നതാണ് അധോമുഖം, എന്നാൽ ഇങ്ങനെ ഇരിക്കുന്നതോ അല്ലേ, മുഖം നിവർത്തിയിരിക്കുന്നത് ഊർധ്വമുഖമാണ്. ഊർധ്വമുഖം എന്ന് പറഞ്ഞാൽ മുഖം നിവർത്തി, അപ്പം മുകളിലേക്ക് വലിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് ഊർധ്വശ്വാസം വലിക്കുക. അപ്പം ഇവിടെ ഏത് വരുമെന്ന് നോക്കാം. ആദ്യത്തേത് ഊർധ്വ എന്നേ ഉള്ളൂ, അതുകൊണ്ട് അത് തെറ്റാണ്. രണ്ടാമത്തത് ശരിയാണ്, ഊർധ്വശ്വാസം വലിക്കുക. ഊർധ്വ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, കാരണം മുകളിലേക്ക് അല്ലേ. അപ്പോൾ ഊർധ്വം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മുകളിലേക്ക്. അങ്ങനെ ശ്വാസം മരണാസന്നനായി കിടക്കുന്ന ഒരാള് ശ്വാസം മുകളിലേക്ക് കഷ്ടപ്പെട്ട് വലിച്ചെടുക്കുന്നതിന് ഊർധ്വശ്വാസം വലിക്കുക എന്ന് പറയും. ഇനി ശൈലി രൂപത്തിൽ നമ്മൾ പറയും, വല്ല സ്ഥാപനമോ കമ്പനിയോ ഒക്കെ നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണെങ്കിൽ ആ സ്ഥാപനം ഇതാ ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ദാറ്റ് മീൻസ് അത് പൂട്ടാൻ പോവുകയാണെന്നുള്ള അർത്ഥം. അപ്പോൾ ഊർധ്വ മുകളിലേക്ക്, ഊർധ്വം മുകളിലേക്ക്, ഊർധ്വശ്വാസം. ഇനി വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രയോജനവും കിട്ടാത്ത പ്രവൃത്തി എന്നുള്ള അർത്ഥമാണ്. നിഷ്ഫലയത്നം, ഒരു ഫലവുമില്ലാത്ത പ്രവൃത്തി. അപ്പം 1ാമത്തെ ചോദ്യം 39ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആയിരുന്നു. 40ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്, നിഷ്ഫലയത്നം. ഞാൻ തന്നിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. എഴുതിയെടുക്കുന്നവർക്ക് എന്ത് ചെയ്യാം, അതൊന്ന് എഴുതിയെടുത്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബി ആയി, സി ആയി. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ, നിഷ്കാമം എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് എന്താണ്? നിങ്ങൾക്കറിയാം, കാമം എന്ന പദത്തിന് പിന്നെന്താണ്, ആഗ്രഹമെന്നോ അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു ഫലമെന്നോ ഒക്കെ നമുക്ക് പറയാമല്ലേ. അപ്പോൾ ഇവിടെ കാലം കഴിഞ്ഞതാണോ, നിഷേധിക്കപ്പെട്ടതാണോ, നിയമം അനുസരിച്ചുള്ളതാണോ, കാമമില്ലാത്തതാണോ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നിഷ്കാമം. നമ്മൾ പറയും, കർമ്മം ചെയ്യുക നമ്മൾ, കർമ്മഫലം തരുവതീശ്വരൻ, നിഷ്കാമ കർമ്മം ചെയ്യുവിൻ. നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരിച്ച് കിട്ടും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, കർമ്മം ചെയ്യരുത്. നമ്മളൊന്നും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ കർമ്മഫലം കിട്ടും. അതിനെയാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. കാമിക്കാതെ, ഒന്നും തന്നെ കാമിക്കാതെ ഉള്ളത്. അപ്പം 41 ആൻസർ ഡി ആയിരുന്നു. അടുത്ത 42ലേക്ക് പോകുന്നു. ശരിയായ വാക്യം ഏതാണ്? വലുതായിട്ടൊന്നും നമ്മളെ കഷ്ടപ്പെടുത്താത്ത ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 42. ആമോദഹർഷത്തോടെയാണ് സിനിമാ നടനെ ഞങ്ങൾ എതിരേറ്റത്. ആമോദം, ഹർഷം, സന്തോഷം, മോദം ഒക്കെ ഹാപ്പി എന്ന പദത്തിൻ്റെ പര്യായങ്ങളാണ് അല്ലേ. അപ്പം നമുക്ക് പറയാം, ആമോദവും ഹർഷവും ഒക്കെ പര്യായ പദങ്ങളാണ്. റിപ്പിറ്റേഷൻ, പദപൗനരുക്ത്യം പാടില്ല. നമുക്കിവിടെ ഇത് വെട്ടാം. അടുത്ത ആമോദത്തോടെയും ഹർഷത്തോടെയും, ആമോദഹർഷത്തോടെയല്ല ആമോദത്തോടെയാണ് സിനിമാ നടനെ ഞങ്ങൾ എതിരേറ്റത്. 42 ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത് നോക്കണേ, പർവ്വതത്തിൻ്റെ പര്യായം അല്ലാത്തത് പത്രി, അദ്രി, അജലം, ശൈലം. അദ്രി പർവ്വതം, ഹിമാദ്രി അല്ലേ.
അത് തന്നെ. അപ്പോൾ അദ്രി എന്ന് പറഞ്ഞ പർവ്വതമാണ്. ഹിമാചലം അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹിമാചലം, വെങ്കിടാചല, അചലം. ഇനി ശൈലം, നമ്മൾ പാർവതിയെ തന്നെ ശൈലപുത്രി എന്നാണ് പറയുന്നത് അല്ലേ. ഹിമശൈല സൈകതം തിട്ട, ഹിമശൈലം ഹിമാലയ പർവ്വതത്തിൻ്റെ തിട്ടപ്രദേശം എന്നൊക്കെയുള്ള അർത്ഥം പണ്ടത്തെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ. അപ്പോൾ ശൈലവും അദ്രിയും അചലവും ഒക്കെ തന്നെ. പത്രി, പക്ഷിക്കൊക്കെ എന്താണ് നമ്മൾ പറയുന്നത്, പത്രി എന്ന് പറയും. ഓക്കെ, അടുത്ത് നോക്കണേ. ചിറക്, പത്രം, ചിറക്, പത്രി, പക്ഷി എന്നുള്ളൊരർത്ഥമുണ്ട്. അമ്പിന് കൂടി പത്രി എന്നുള്ളൊരർത്ഥമുണ്ട്. മുമ്പ് ഒരു പരീക്ഷയ്ക്ക് വന്നിരുന്നു. അപ്പോൾ പത്രി നമുക്ക് എന്തൊക്കെ കൊടുക്കാം? അമ്പ്, പക്ഷി, അമ്പ് അതുപോലെ പക്ഷി, ഇങ്ങനെ രണ്ടർത്ഥം നമുക്ക് പത്രിക്ക് കൊടുക്കാം. ബാക്കി 3 പർവ്വതം തന്നെ. അടുത്തത് നോക്കണേ. അപ്പം നമുക്കിവിടെ എത്രാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞത്? 43 ആയിരുന്നു. 43 A ആണ്. 44 ആടറിയുമോ അങ്ങാടി വാണിഭം. ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം, ആടിന് അങ്ങാടിയിലെ കച്ചവടത്തെക്കുറിച്ച് അറിയില്ല, കച്ചവടത്തെക്കുറിച്ച് അറിയാതെ അതിന് തുനിയരുത്, മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല, താല്പര്യമില്ലാതെ എന്തെങ്കിലും ചെയ്യുക. മണ്ടന്മാർക്ക് വിവരം കാണില്ല, നിസ്സാരന്മാർക്ക് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം, പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് അതിന് നിസ്സാരന്മാർക്ക് വലിയ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല. കാട്ടുകോഴിക്ക് എന്ത് മകരസംക്രാന്തി, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ഈ സൂര്യൻ്റെ ചലനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് മകരമാസത്തിലെ സംക്രാന്തി. ഇതൊക്കെ കാട്ടിക്കിടക്കണ കോഴിക്ക് അറിയാൻ പറ്റുമോ, കാട്ടുകോഴിക്ക്? അപ്പം അതുപോലെ പറയുന്നതാണ്, ആടറിയുമോ അങ്ങാടി വാണിഭം, മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല. അടുത്തത് ഉന്നിദ്രം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉന്നിദ്രം എങ്ങനെ, ചിന്മുദ്രയൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലേ. ചിത് അധികം മുദ്ര ചിന്മുദ്രയാകുന്നത്. അതുപോലെ നന്നിലം, നലയധികം നിലം, അതുപോലെ വരുന്ന ഒന്നാണ് ഉന്നിദ്രം. ഉന്നിദ്രം ഊത്ത് അധികം നിദ്രം എന്ന് പിരിക്കണം. ഇവിടെ ഒരു ആദേശസന്ധിയുടെ റൂളായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് ന്യായാണ്. അനുനാസികം, അങ്ങനെയാണെങ്കിൽ തായുടെ അനുനാസികം തന്നെ വരും നാ. ഇവിടെ തായുടെ അനുനാസികമായ നാ വന്ന് ഈ നായോടൊപ്പം ചേരുമ്പോൾ ഇന്നയാവും. ചേർത്തെഴുതുമ്പോൾ എന്താവും? പിന്നെ എന്തായി മാറും? ഉന്നിദ്രമായി മാറും. അപ്പോൾ ഉത് അധികം നിദ്രം. 45 ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. ഇവിടെ ഞാൻ പറഞ്ഞില്ല അല്ലേ. യെസ്, മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല. ഓക്കെ, ഇവിടെ എ ആയിരുന്നു. ഓക്കെ, അപ്പോൾ 44 സി, 45 സി. അടുത്ത 46 നോക്കൂ. രക്ഷാകർത്താവ്. നമ്മൾ കുറേ പ്രാവശ്യം വന്നു. താവ് പുല്ലിംഗം വന്നാൽ ത്രീ എന്താവണം? സ്ത്രീലിംഗമാകണം. അതായത് പുല്ലിംഗം താവ് വന്നാൽ സ്ത്രീലിംഗം ത്രീ വരും. അതിൽ പിന്നെ ഒന്നും നോക്കാനില്ല. 46 A ആണ് രക്ഷാകർത്തൃ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുവചനമല്ലാത്തത് വിരുദ്ധന്മാർ, ഒരു കൂട്ടം ആണുങ്ങളാണ്, സലിംഗ ബഹുവചനം. ഇനി ധീരന്മാർ സലിംഗ ബഹുവചനം, ഭൃത്യന്മാർ സലിംഗ ബഹുവചനം, ഭാഗവതർ പൂജക ബഹുവചനം. അപ്പം അർത്ഥം കൊണ്ട് ഏകവചനവും രൂപം കൊണ്ട് മാത്രം ബഹുവചനവുമായ രൂപങ്ങളെയാണ് നമ്മൾ പൂജക ബഹുവചനം എന്ന് പറയുന്നത്. സ്വഭാഗവതർ. 47ൻ്റെ ആൻസർ സി ആണ്. ഞാൻ നമ്മുടെ സൈലം PSCയുടെ ക്ലാസ്സുകളിലെല്ലാം തന്നെ ഒരു അലർട്ടായിട്ട് പ്രായോഗിക വ്യാകരണം ഒരുപാട് മക്കൾ ചോദിച്ചു. യൂണിഫോം ബാച്ചിൽ കുട്ടികൾ ഉൾപ്പെടെ എന്നോട് ചോദിച്ചിരുന്നു, ഗുരുവി നമുക്ക് ഈ വ്യാകരണമൊക്കെ വേണോ, ഇനി അവസാന നിമിഷം നമുക്കത് പഠിക്കണോ? അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു, മക്കളെ റിസ്ക് എടുക്കരുത്, വ്യാകരണം കൂടി പഠിക്കണം എന്ന് പറഞ്ഞ് 10 ക്ലാസ്സുകൾ പ്രായോഗിക വ്യാകരണം എന്ന് പറഞ്ഞ് സൈലം PSCയുടെ പേളിൽ നമ്മൾ ക്ലാസ് ഇട്ടിരുന്നു അല്ലേ. അതെന്തിനാണെന്ന് വെച്ചാൽ ഗ്രാമർ കയറി ചോദിച്ചാലോ. അപ്പോൾ സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി പ്രത്യയം ഏതാണ്? പ്രതിഗ്രാഹികയേ. നിപ്രസം ഉപ്രസം ആ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിപ്രസം ഉപ്രസം ഇനി നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടി തരാം. ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് എന്താണ്, യൂട്യൂബിലൂടെ ഞാൻ മലയാളം ഗ്രാമറിൻ്റെ ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് സൈലം PSCയുടെ യൂട്യൂബ് ചാനലിലൂടെ റിവിഷനായിട്ടോ ഒക്കെ നമുക്ക് കണ്ടന്റ് ക്ലാസ് ആയിട്ട് കൂടി തരാം. ഇതുപോലെ വിഭക്തി പ്രത്യയം, തദ്ധിതം ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വിനയച്ചം, പേരച്ചം. അപ്പോൾ തീർച്ചയായിട്ടും യൂണിഫോം പോസ്റ്റൊക്കെ ഒന്ന് അലർട്ടായിരിക്കണം. ഡിഗ്രി മെയിൻസ് അലർട്ടായിരിക്കണം. കാരണം ഗ്രാമറിൻ്റെ 1 മാർക്ക് 2 മാർക്ക് നമുക്ക് 1 മാർക്ക് പോലും പ്രധാനപ്പെട്ടതാണ് അല്ലേ. അപ്പം നിർദ്ദേശികയ്ക്ക് പ്രത്യേകം ഒന്നുമില്ല. പ്രതിഗ്രാഹിക എ, സംയോജിക ഓട്, പിന്നെന്താണ് ഉദ്ദേശികയ്ക്ക് ഇക്ക്, ഇന്,
അല്ലേ? പിന്നെ അപ്പം നീ പ്രസം ഊ വീണ്ടും പ്രയോജികയാണെങ്കിൽ ആല്, നിപ്രസം ഊ പ്ര സം സംബന്ധികയാണെങ്കിൽ ഇൻ്റെ ഉടെ, ആധാരികയാണെങ്കിൽ ഏത് വരും? ആധാരികയാണെങ്കിൽ ഇല്ല് കല്ല്. അപ്പോൾ ഇങ്ങനെ നീ ഇത് ഒന്ന് കോഡെടുത്ത് പഠിച്ചു പോയാൽ നിപ്രസം ഉപ്രസം ആ നിർദ്ദേശിക നിർദ്ദേശികയ്ക്ക് പ്രത്യയമില്ല, പ്രതിഗ്രാഹികയെ സംയോജിക ഓട് അല്ലേ? നീ പ്ര സം ഉ ഉദ്ദേശിക്കയ്ക്ക് ഇക്ക് ഇന് വീണ്ടും പ്രയോജിക വന്നാൽ ആൽമരത്തിന് നല്ല പ്രയോജനമുണ്ട്, പ്രയോജിക ആൽ, സംബന്ധിക ഇൻ്റെ ഉടെ, ആധാരിക ഇൽക്കൽ. അപ്പം ഇവിടെ നമുക്ക് നോക്കാം പ്രതിഗ്രാഹിക എ, സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി ഇവിടെ ഒരിടത്തേ ഉപയോഗിച്ചിട്ടുള്ളൂ, കുട്ടികളെ, കുട്ടികൾ അധികം എ കുട്ടികളെ. സോ പ്രതിഗ്രാഹിക എ 48D ആണ്. അപ്പോൾ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിൽ കൂടി നമുക്ക് ഗ്രാമർ കൂടി നോക്കി വെക്കണം എന്നുള്ളൊരു സൂചനയാണ് തരുന്നത്. തീർച്ചയായിട്ടും സൈലം BSc യൂട്യൂബ് ചാനലിനെ ആശ്രയിക്കുന്ന മക്കൾക്ക് ഇടയ്ക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് വ്യാകരണ ക്ലാസ് കൂടി തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ എന്തായാലും വരുന്ന LDC LPUPയിലെല്ലാം തന്നെ നമ്മൾ ഈ പ്രായോഗിക വ്യാകരണമൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാർക്ക് മറന്നു പോകാതെ കമൻറ്റ് ചെയ്യുക.